നോൺ സ്ട്രൈക്കേഴ്സ് ആയിട്ടെങ്കിൽ പക്ഷേ ഒരു സ്ട്രൈക്ക് ചെയ്തിരുന്നുവെങ്കിൽ കൂടി ക്ലോസ് ആയത് കൃത്യമായ എക്സിക്യൂഷനാണ് ടെസ്റ്റിലൂടെ കാണാൻ സാധിച്ചത്. സൂക്ഷിച്ചുകൊണ്ടുള്ള ശ്രമം ഒരു പോസ്റ്റമിന് പുറത്തേക്ക് നടന്നിരിക്കുന്ന ഒരു മനസ്സിലാക്കി തന്നെ ഓർക്കർ ലെഗിലേക്ക് ടെസ്റ്റിലൂടെ എത്തിക്കാൻ സാധിച്ചു. കാരണം ലെഗ് ഈസി ആയിട്ട് ആ ബാറ്റ് ഒന്ന് കൊള്ളിക്കാൻ സാധിക്കും, കൃത്യമായിട്ട് ഒരു ബൗണ്ടറി കണ്ടെത്താൻ സാധിക്കും. അവിടെ ഒറ്റ പിടിച്ചു വെക്കുന്ന പ്രധാന ദിവസമാണ് ഫൈനലിലാണ്. എത്ര മാസം കാത്തു നിന്ന രണ്ട് ടീമുകൾ, കപ്പ് നേടാത്ത രണ്ട് ടീമുകൾ, അർഹിക്കുന്ന രണ്ട് ടീമുകൾ, ടോപ്പിൽ ഫിനിഷ് ചെയ്ത ടോപ്പ് 2 ഫിനിഷ് നേടിയെടുത്ത രണ്ട് ടീമുകൾ തമ്മിലുള്ള മികച്ച പോരാട്ടമാണ് നമ്മളുടെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്ലൈംബ് ആവുന്ന കാഴ്ച 15ലേക്ക് എത്തിക്കഴിഞ്ഞു. പ്രശാന്ത് ഫൈനലിലേക്ക് അകത്താണ്. കൃത്യമായ സ്ട്രൈക്കിംഗ് ഇത് തന്നെ ഫൈനലിന്റെ മുകളിലൂടെ മാക്സിമം കണ്ടെത്താൻ കഴിയുന്നു സുശാന്തിന്. ഒരു ബേസ് എടുക്കാനുള്ള ശ്രമമായിരുന്നു, ഒരു ഓഫ് സ്ലോറിലുള്ള ശ്രമം. പക്ഷേ അത് പിച്ച് ചെയ്ത് ലെഫ്റ്റ് പുറത്തേക്ക് ആക്ട് ചെയ്യുമ്പോൾ വളരെ ഈസിയാണ് ബാറ്റർക്ക് അത് മാക്സിമം കണ്ടെത്താൻ. ഇവിടെ കൃത്യമായിട്ട് ശശാങ്ക് സിംഗിന് അത് കണക്ട് ചെയ്യാൻ സാധിക്കുന്നു. കാരണം ഇപ്പോഴും ഫൈനലിൽ സ്റ്റംസ് ബാറ്റിലേക്ക് ദൂരം വളരെ കുറവാണ്. കൃത്യമായിട്ട് കണക്ഷൻ മാത്രമേ 64 മീറ്റർ ദൂരം മാത്രം കാട്ടിയാൽ മതി. അതിനൊരു സ്ഥലത്ത് കാണത്തുള്ളൂ. കാരണം സെൻട്രൽ വിക്കറ്റിൽ നിന്നാണ് ഏകദേശം നമ്മള് ഒരു 65-20 ആ ഒരു ബൗണ്ടറി ലൈൻ. Dubai 64 to win. Required rate 14.22. അശാങ്കും ബധേരിയുമാണ് റൈറ്റ് ലെഫ്റ്റ് കോമ്പിനേഷനാണ് പഞ്ചാബിന് വേണ്ടി. രണ്ട് അൺക്യാപ്ഡ് താരങ്ങൾ. യോർക്കർ നല്ലൊരു അപ്പീൽ, പക്ഷേ വിക്കറ്റ് മിസ്സിംഗ് ആയിരിക്കാം അമ്പയർ ഇൻട്രസ്റ്റ് കാണിക്കാത്തത്. റോയൽ ചാലഞ്ചേഴ്സിന്